ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള അവിൽ മിൽക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളെടുത്ത് പഴവും പാലും പൂരിയാവിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉടക്കാം. വല്ലാതെ അങ്ങ് പേസ്റ്റ് ആക്കൊന്നും വേണ്ട. കുറച്ചൊക്കെ പഴം കടിക്കാനുണ്ടെങ്കിൽ ടേസ്റ്റാണ്. എന്നിട്ട് ഇതിലേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചൊരു പാത്രത്തിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ പാല് ആവശ്യമുണ്ട്. ഈ പാല് നമുക്ക് മധുരം ആഡ് ചെയ്തിട്ടുള്ള പാലാണ്, വേറെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഈ പാലിൽ തന്നെ ആഡ് ചെയ്യുന്ന പഞ്ചസാരയാണ് ഉള്ളത്. ഇനി ഇതിന്റെ മേലായിട്ട് നമ്മൾ അവിൽ മിൽക്കിലേക്ക് ഇടുന്ന പൊരി അവലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങളടുത്ത് ഇനി ചെറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ നിങ്ങൾക്ക് ടേസ്റ്റിന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് പൊമഗ്രനേറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മേലോട്ടായിട്ട് കുറച്ച് പാലും കൂടെ നമ്മൾ നേരത്തെ മധുരം ഇട്ട് വെച്ചിട്ടുണ്ട്, അതിന് പാലും കൂടെ ഇതിന്റെ മേലോട്ടായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കുറച്ച് പൊരി അവലും കൂടെ മേലെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ചെറിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന്റെ മേലെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ്, കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മേലൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പൊമഗ്രനേറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുവരെ അവിൽ മിൽക്ക് ഒന്നും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും കേട്ടോ.